കോഴിക്കോടുള്ള നടന്മാരൊക്കെ നമുക്ക് കാണും ചെയ്യാം. അല്ല, ഈ ഞങ്ങൾ ഈ സിനിമന്റെ ഷൂട്ട് കുറച്ച് ടെക്നിക്ക് കുറെ കള്ളത്തിലൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂലേ? അപ്പോ എനിക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. നീ പറഞ്ഞു കൊടുക്കുക പിന്നെ എല്ലാവരോടും ഇതാണ് സംഭവം. അത് പറയരുത്, നമ്മളെ പണീന്റെ കാര്യമാണ് കേട്ടോ. സെറ്റ് ഓക്കെ സെറ്റ് ഓക്കെ. എന്തായാലും എന്ത് ബാർബർ ഷോപ്പ് ബാബു ഇടണം. അപ്പൊ ഒരുപാട് വിടല് സഹിക്കാൻ ഞാൻ അവസാനം പറയുന്ന ഹിറ്റ്, ഞാൻ പറഞ്ഞ ഹിറ്റായ ഡയലോഗ് സുരേന്ദ്രേട്ടാ, എന്താന്ന് വെച്ചാല് മനസ്സിന്റെ ഒരു സന്തോഷ സമാധാനമൊക്കെ പാടെ അമ്മമാര് വെറുപ്പിക്കലാന്ന്. ഭയങ്കര വിടലാളകള് വീട്ടിൽ പോയി വിടണ്ട. വെറുതെ ഞാനും ബാബേട്ടനും കൂടെ സ്ഥാപനത്തില്ല. ബാബേട്ട എന്താണ് ബാബേട്ടാ? എന്തായാലും ബാബുവേട്ടനും ഇതൊക്കെ ഞങ്ങളെ സ്കിറ്റുകളൊക്കെ ഹിറ്റാക്കി തന്നങ്ങളാണ്. അപ്പം ഇനി അങ്ങോട്ട് തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടാവുമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഏത് നടന്മാരുടെ ശബ്ദം നടന്റെ ശബ്ദം വേണ്ടേ? ആരാ വേണ്ടേ? കൊച്ചിൻ ഹനീഫയുടെ ശബ്ദം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക്. നെല്ലിപ്പുകളി തറവാടി ചാത്തൂർപാടൊക്കെ മേടിച്ചു. നെല്ലിപ്പുകളി തറവാട്ടിൽ ആരെങ്കിലൊക്കെ താമസിക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഇപ്പത്തെ കണ്ടീഷനിൽ അപ്പാവും കുട്ടികളോട് അങ്ങോട്ട് പറയും. ഇനിയിപ്പോ എത്ര ചാനലിൽ പത്തായപ്പെട്ടെങ്കിൽ പാലം നിൽക്കും. ഇനി പറയാനുള്ളത് പാലോട് കേൾക്കണം. എൻട്രി സീൻ മോഹൻലാലും സായികുമാറും ഇവരുടെ ഒരു കോമ്പിനേഷൻ. കറക്റ്റ്. അത് കണ്ടില്ല. ഇനി ഞാൻ ചെയ്യുന്നില്ല. അവിടെ കയ്യിൽ മൊത്തം അവിടെ കൊണ്ടുപോയി. മോഹൻലാലിന്റെ എൻട്രി സീനാണ്. ലാലേട്ടനും സായികുമാറും ഇവരുടെ ഒരു കോമ്പിനേഷൻ സീനാണ് കേട്ടോ. ലാലേട്ടന്റെ എൻട്രി സീൻ. ജയനെവിടെ? ഇടോ പണ്ണ എ ബി മാത്യു പണി പിടിച്ചു. അവൻ ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷൻ മറിച്ചു വയ്ക്കാൻ പോകുന്നു. എനിക്ക് ഇത്രയും പെട്ടെന്ന് ചെക്കനെ വേണം. ശംഭു മഹാദേവ. ജയൻ, നീ എവിടാണ്? ഇടാ ഞാന് നമ്മുടെ എറിച്ചോണില്ലേ അവിടെ ഇന്നലെ മണാലി നോച്ചാടി ഒരു കെട്ട് നല്ല അമരൻ ചരസുമായിട്ട് ഓൻ്റെ പോയി ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ഗസൽ കേൾക്കാൻ പോവാ. കിഷൻ മാധവ് പാടുന്നു, നീ വരുന്നോ? ഇവിടെ ഞാനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അവൻ ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മറിച്ചു വയ്ക്കാൻ പോകുന്നത്. നീ അറിഞ്ഞോ? എല്ലാം അറിയുന്ന മനുഷ്യക്ക്. നീ പോ ഒരു കുപ്പിയുടെ വാവിട്ട് ചെടി തുടങ്ങ. എണ്ണം വെച്ചോ, 4ാമത്തെ പെക്കിൽ ലൈഫ് ക്യൂസി വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും. തമിഴ് ഇനി നീ കാറ് ഇത് ഞാൻ ചവിട്ടും. ശംഭു മഹാദേവ. ഒരുപാട് സന്തോഷം. ഇനിയും കുറെ രാത്രി തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ വന്നത് എന്ന് മാത്രമല്ല, ഈ ഒരു പരിപാടി ഞങ്ങൾ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. ഓൾറെഡി നമ്മുടെ മറ്റേ പരിപാടി തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട്, നല്ല തിരക്കുള്ള ആളാണെന്ന് അറിയാം, വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മുടെ ഈ ഒരു ക്ഷണം ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ചോദിച്ചപ്പം ഇങ്ങനെ ഒരു പരിപാടിയല്ലേ, ഞാൻ തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞു വന്ന്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹൃദയവിശാലതയാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുട്ടികളും അമ്മമാരുടെ ഒക്കെ ഒരു കൂട്ടായ്മയിൽ ഞാൻ വന്നില്ലേ പിന്നെ എന്താണ് ഞാൻ ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സിനുള്ളൊരു നന്ദി പറയാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം വളരെ സന്തോഷം, നമ്മുടെ ടീം CRC as usual നമ്മുടെ ഈ ൊക്കെ ഉണ്ട്. അതുകൂടാതെ OSK IYA, ഞാൻ വളരെ ചെറുപ്പം മുതലേ വിനയേട്ടാന്നും ബാബുവേട്ടാന്നൊക്കെ വിളിച്ച് വളർന്നു വന്ന ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ സാധിച്ചതും വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറയും, ഞങ്ങൾ വൈകിപ്പോയി നമ്മുടെ മ്യൂസിയത്തിൻ്റെ പേര് സാറ് അദ്ദേഹമായിട്ടുള്ള ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ സംഭാഷണത്തിനിടയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ വീണ്ടും സംസംഭം തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും